വയനാട് തുരങ്കപാതയ്ക്ക് പാരിസ്ഥിതിക അനുമതി നൽകിയതിനെതിരായ ഹർജി, ആ ഹർജിയിൽ ഇടപെടാതെ സുപ്രീം കോടതി എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ, നിബന്ധനകൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ ഹരിത ട്രൈബ്യൂണലിനെ ഹർജിക്കാർക്ക് സമീപിക്കാമെന്നും സുപ്രീം കോടതി പറയുന്നു. അതുമാത്രമല്ല, സുപ്രീം കോടതിയുടെ ഒരു നിരീക്ഷണം, പ്രധാനപ്പെട്ട നിരീക്ഷണം, വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. തുരങ്കപാത വയനാടിന്റെ ജീവനാഡി എന്ന് സുപ്രീം കോടതി അറിയിക്കുന്നു. അരവിന്ദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരവിന്ദ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. ആ ഹർജി അത് തള്ളിയിരിക്കുന്നു. ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വയനാടിന്റെ ജീവനാഡിയാണ് തുരങ്കപാത എന്ന് പറയുന്നതോടൊപ്പം വന്നിരിക്കുന്നത്? സ്മിത, വയനാട് തുരങ്കപാത നിർമ്മാണത്തിനെതിരെ വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. നേരത്തെ ഹൈക്കോടതിയിൽ എത്തുകയും ഹൈക്കോടതി ഈ വയനാട് സംരക്ഷണ സമിതിയുടെ ഹർജി തള്ളുകയുമായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയത്. എന്തായാലും ഈ ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായി ഈ ഹർജി ഇപ്പോൾ സുപ്രീം കോടതി തള്ളുകയും ചെയ്തു. ചില നിരീക്ഷണങ്ങളും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. കാരണം കൃത്യമായ മുന്നൊരുക്കങ്ങളും അതുപോലെ തന്നെ പരിശോധനകൾക്കും ശേഷമാണ് വയനാട് തുരങ്കപാതയ്ക്ക് ഇത്തരത്തിൽ അനുമതി നൽകിയത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. എല്ലാ കാര്യങ്ങളും കൃത്യമായി പരിശോധിച്ചിട്ടുണ്ട്. ഇതുകൂടെ തന്നെ ദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയം എന്നതാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം കേരളത്തിലെ റോഡുകളടക്കം വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. ഭൂമിയുടെ ലഭ്യതയിൽ സർക്കാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ തുരങ്കപാതയല്ലാതെ മറ്റൊരു വഴി സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഇല്ല എന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുകൂടെ തന്നെ വയനാട് തുരങ്കപാത എന്ന് പറയുന്നത് വയനാടിന്റെ ജീവനാഡി എന്ന് കൂടി ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇതുകൂടാതെ തന്നെ വന്യജീവികൾക്കോ അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളോ വയനാട് തുരങ്കപാത ഉണ്ടാക്കില്ല. ഇതുകൂടാതെ എന്തെങ്കിലും വ്യവസ്ഥകളിൽ ഒരു ലംഘനം ഉണ്ടായാൽ ദേശീയ ഹരിത ട്രിബ്യൂണലിനെ സമീപിക്കുവാൻ ഹർജിക്കാർക്ക് അവകാശം ഉണ്ടാകുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. 58 നിബന്ധനകളാണ് വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. ഏതെങ്കിലും വ്യവസ്ഥകളിൽ ഒരു ലംഘനം ഉണ്ടായാൽ കൃത്യമായി ഹരിത ട്രിബ്യൂണലിനെ സമീപിക്കുവാനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പങ്കുവയ്ക്കാമെന്നും ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും വയനാട് തുരങ്കപാത നിർമ്മാണം അത് മുന്നോട്ട് പോകും. പരിസ്ഥിതി അനുമതി നൽകിയതിനെതിരായ ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. സ്മിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.